നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ രണ്ടാം മത്സരമാണ് ഇന്ന് വൈകിട്ട് നടന്നത്. ഇന്ന് വൈകിട്ട് 4:30 ആരംഭിച്ച മത്സരത്തിൽ ISL ക്ലബായ FC ഗോവയും ഐ ലീഗ് ക്ലബായ ഗോകുലം കേരള FCയുമാണ് ഏറ്റുമുട്ടിയത്. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് വൈകിട്ട് ആരംഭിച്ച മത്സരത്തിൽ FC ഗോവയും ഗോകുലം കേരളയും ഏറ്റുമുട്ടിയപ്പോൾ ഗോകുലം കേരളയ്ക്ക് ഇപ്പോൾ ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഗോകുലം കേരള ഇന്ന് പരാജയപ്പെട്ടതോടുകൂടി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കെല്ലാം ഇപ്പോൾ നിരാശ തന്നെയാണ് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും FC ഗോവയുമായുള്ള നിർണായക മത്സരത്തിൽ ഇപ്പോൾ ഗോകുലം കേരള ഒരു പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഗോവയോട് ഇപ്പോൾ ഗോകുലം കേരള പരാജയപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഗോവയോട് പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോകുലം കേരള സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഗോവയാവട്ടെ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ സൂപ്പർ കപ്പിൽ 2 ISL ക്ലബ്ബുകളാണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. അത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഗോവയുമാണ്. ഗോകുലം കേരളയ്ക്ക് വീണ്ടും ഒരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും FC ഗോവ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് വിജയിച്ചത്. കൂടാതെ ഗോവയുടെ സൂപ്പർ താരമായ ഐക്കർ എന്ന് പറയുന്ന താരത്തിന് ഇന്നത്തെ മത്സരത്തിൽ ഹാട്രിക് സ്വന്തമാക്കാൻ സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. എന്തായാലും ഇന്ന് രാത്രി വേറെ മത്സരം കൂടി സൂപ്പർ കപ്പിൽ നടക്കുന്നുണ്ട്. ആ മത്സരം പഞ്ചാബിന്റെ മത്സരമാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പഞ്ചാബും അതുപോലെ തന്നെ ഒഡീഷയുമായിരിക്കും ഇന്ന് രാത്രി സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടുക.